എല്ലാരെയും ഒന്നുകൂടി കാണാമല്ലോ. നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ കൂടെ ഒക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ട് കാണുന്നുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും കാണാം ബാച്ച്മേറ്റ്സിനെയൊക്കെ. സോ മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ലേൺ വൈസ്. ആൻഡ് നമുക്ക് 3 സെഷൻസ് കഴിഞ്ഞു അല്ലെ. ഫസ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം എന്താണ് നമ്മൾ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്ക് ഇതുവരെ അറിയാതിരുന്ന പല കാര്യങ്ങളും നമ്മൾ ആ ഒരു സെഷനിൽ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് 3ാമത്തെ ദിവസമാണ് നമ്മുടെ ഓറിയന്റേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ എന്താണ് പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലേൺ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് ആണ്. നമ്മളൊരു ഫസ്റ്റ് ഇയർ MA സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് സിലബസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ കുറച്ച് പേർക്ക് എന്നെ അറിയുന്നുണ്ടാവും, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്റെ സ്റ്റുഡൻസ് ആയിട്ട്. ബാക്കിയുള്ളവരെല്ലാവരും ഹന മാമിന്റെ സ്റ്റുഡൻസ് തന്നെയാണ്. സോ എന്റെ പേര് അർഷാന എന്നാണ്, ലേൺ വൈസിന്റെ സൈക്കോളജി മെന്റർ തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് കടക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതലായിട്ട് സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഹന മാം നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഹന മാം ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ സിലബസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ചോദിച്ചാൽ മതി. അതായത് നമ്മുടെ ഈ സെഷന്റെ എൻഡിങ്ങിൽ നമുക്കൊരു ഡിസ്കഷൻ സെഷൻ വെക്കാം. ആ ഒരു ടൈമിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കേണ്ട. നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പം എൻഡ് സെഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസ് ഡീകോഡിംഗിലേക്ക് പോവാം. ഓവർ ടു യു ഹന മാം. വെൽക്കം എവ്രിവൺ, വെൽക്കം അഗെയിൻ. അപ്പൊ നമ്മൾ 3ാമത്തെ സെഷനിലാണ് ഇപ്പോൾ ഉള്ളത്. 3ാമത്തെ ഓറിയന്റേഷൻ സെഷനിൽ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഓറിയന്റേഷന്റെ 3ാമത്തെ സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഇനി ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. അർഷാന മാം വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ സിലബസിലേക്ക് ഡയറക്റ്റ് പോവാ അല്ലെ. നമുക്ക് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റിലെ നമ്മൾ എം എ സൈക്കോളജി എന്ന് പറയുന്ന 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. MA ഇൻ സൈക്കോളജി അഥവാ MAPC ആണ് നമ്മളുടെ പ്രോഗ്രാം കോഡ് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, MA സൈക്കോളജിയുടെ പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ ആണ്. നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ടാവുക, എന്തൊക്കെയാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവുക, പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടിയിരിക്കുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നുണ്ടാവുക. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദ സിലബസ്, നമ്മളെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്താണ്, പലരും അധികം ആൾക്കാരും എനിക്ക് തോന്നുന്നു എന്താണ് വേറൊരു സബ്ജക്റ്റിൽ ക്രോസ് മേജേഴ്സ് ആണ്, അത് വേറൊരു സബ്ജക്ട് എടുത്തിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് സൈക്കോളജി എടുത്ത ആൾക്കാരാണ്. ഫസ്റ്റ്ലി വരുന്ന ആൾക്കാർക്കും എന്താണ് നമ്മളുടെ ഒരു സൈക്കോളജി ഡിസിപ്ലിന് ആയിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടല്ലേ സൊസൈറ്റിയിൽ. അത്യാവശ്യം നല്ല തെറ്റിദ്ധാരണകളുണ്ട്, കുറെ മിത്തുകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ മെന്റലിസമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സ് മുഖം നോക്കി വായിച്ചെടുക്കും, അതൊക്കെ ചെയ്ത് എന്താണ് മൈൻഡ് റീഡിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം മിത്തുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആസ് എ പ്രൊഫഷണൽ എന്നുള്ള രീതിക്ക് നമ്മളാണ് അതൊക്കെ സൊസൈറ്റിയിൽ പറഞ്ഞ് എന്താണ് അവർക്കൊക്കെ ഒരു നല്ലൊരു അവയർനെസ് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സൊസൈറ്റിയിൽ അല്ലെ. അപ്പോ എന്താണ് ഇതാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു കാര്യം. നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ ആണ് പഠിക്കുന്നത് അല്ലെ. സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് എന്നാണ് നമ്മളുടെ ഒരു ഡെഫിനിഷൻ തന്നെ. അപ്പോൾ നമ്മളുടെ മനുഷ്യ സ്വഭാവത്തെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ പഠിക്കുകയാണ്. പ്ലസ് അതിന്റെ കൂടെ നമ്മുടെ മെന്റൽ പ്രോസസ്സുകളും നമ്മൾ പഠിക്കുകയാണ് അല്ലെ. അപ്പോൾ എന്താണ് നമുക്ക് ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ MAPC പ്രോഗ്രാം സിലബസ് മോർ ഇൻ ഡെപ്ത് അല്ലെ. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മളുടെ പ്രോഗ്രാം എന്നും കോഴ്സ് എന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ 2 ടെർമിനോളജികൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ MAPC എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഗ്രാമാണ്. MA സൈക്കോളജി എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്, പ്രോഗ്രാമിന്റെ കോഡാണ് MA സൈക്കോളജി എന്ന് പറയുന്നത്. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ പേപ്പേഴ്സ്, സബ്ജക്റ്റുകൾ, അതാണ് നമ്മളുടെ കോഴ്സ് എന്ന് പറയാം. കോഴ്സ് കോഡ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് സബ്ജക്റ്റിന്റെ കോഡാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോ MPC 001 മുതൽ MPC 006 വരെയാണ് നമ്മുടെ തിയറി പേപ്പേഴ്സ് വരുന്നത്. അത് നമ്മുടെ കോഴ്സ് കോഡാണ് ആക്ച്വലി. ഓക്കെ, പ്രോഗ്രാം കോഡ് എന്ന് പറയുമ്പോൾ എന്താ, അത്
എന്താണത് MAPC ആണ്. ഓക്കെ, പ്രോഗ്രാം കോഴ്സ് അതാണ് നമ്മളുടെ എന്താണ് പ്രോഗ്രാം എന്ന് പറയുന്നത് MAPCയും കോഴ്സ് കോഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് കോഴ്സ്. ഓക്കെ, ഇനി അതില് ഉള്ളില് നമ്മള് ഒരു കോഴ്സിന്റെ ഉള്ളില് നമ്മൾ ബ്ലോക്കുകളായിട്ടാണ് പഠിക്കുന്നുണ്ടാവുക. ഇപ്പൊ ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് ആയിരിക്കും നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സിൽ പഠിക്കുന്നത്. ആ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലുള്ള സബ് യൂണിറ്റുകളാണ് ലെസൺസ് അല്ലെങ്കിൽ യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ ഒരു നമ്മുടെ പ്രോഗ്രാമിനെ എന്താണ് ആദ്യം പ്രോഗ്രാം വരുന്നു, പിന്നെ നമ്മൾ കോഴ്സുകളായിട്ട് പഠിക്കുന്നു. ഒരു കോഴ്സിന്റെ ഉള്ളിൽ ഡിഫറെന്റ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നു. ഇനി ആ ബ്ലോക്കുകൾക്കുള്ളിൽ നമുക്ക് സബ് ടോപ്പിക്കുകളായിട്ട് യൂണിറ്റുകൾ വരുന്നു. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇത് കാണാൻ പറ്റുന്നില്ലേ? പ്രോഗ്രാം MA ഇൻ സൈക്കോളജി പ്രോഗ്രാം. കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. ആണ് MPC 005 ആണ് നമ്മുടെ റിസർച്ച് മെത്തേഡ്സ്. ഇനി അതിൽ നിന്ന് നമ്മളൊരു ബ്ലോക്ക് എടുക്കണം, ബ്ലോക്ക് 2 ടൈപ്സ് ഓഫ് റിസർച്ച്. അതൊരു ബ്ലോക്ക് ആണ്. അപ്പൊ ബ്ലോക്കിന്റെ ഉള്ളിലുള്ള ഒരു യൂണിറ്റ് എടുക്കുന്നു, യൂണിറ്റ് 8 കേസ് സ്റ്റഡി. അത് നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മള് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ക്രെഡിറ്റ്, വാട്ട് ഡസ് ക്രെഡിറ്റ് മീൻ? എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെയിറ്റേജ് ഓഫ് ഈച്ച് കോഴ്സ് ഇൻ ദ പ്രോഗ്രാം. ഓരോ കോഴ്സിനുള്ള വെയിറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 hours ഓഫ് സ്റ്റഡി ആണ്. അതായത് 30 മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പം നമ്മുടെ ഇഗ്നോ ക്ലാസ് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ പഠിച്ചു എന്നറിയാൻ നമ്മൾ ആ ഒരു പ്രോഗ്രാം അല്ല ആ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ഇത്ര ക്രെഡിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇത്ര ഒരു ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ പ്രോഗ്രാം കംപ്ലീറ്റഡ് ആകുക. അത് പോയോ? ഇല്ല. അപ്പൊ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി നമുക്ക് ഇഗ്നോയുടെ എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇഗ്നോനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് മുന്നേ രണ്ടാമത്തെ സെഷനിൽ മാം എടുത്തു തന്നിരിക്കും. എന്നാൽ നമുക്ക് പറയാം, ഇഗ്നോയുടെ മെയിൻ ആയിട്ടുള്ള ഓഫീസ് വരുന്നത് ഡൽഹിയിലാണ്, ന്യൂഡൽഹിയിലാണ് ഇഗ്നോ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി അതിന്റെ അണ്ടറിൽ ധാരാളം റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ 3 റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത്. ഇനി അതിന്റെ അണ്ടറിൽ കുറേയധികം സബ് യൂണിറ്റുകൾ, അതായത് സബ് ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് ഓരോ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകും അല്ലെ. നമുക്ക് സ്റ്റഡി സെന്റേഴ്സ് കുറെ അധികം ഉണ്ടാകും. സ്റ്റഡി സെന്ററുകളിലാണ് നമ്മൾ എക്സാം എഴുതാനും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും പ്രാക്ടിക്കൽ ക്ലാസ്സിനും ഒക്കെ പോകേണ്ടി വരാം. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഴ്സസ്, നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സസ് ഈ 2 yearsൽ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. കണ്ടോ, ഈ MAPC എന്ന് പറയുന്ന ടോട്ടൽ 13 കോഴ്സസ് നിങ്ങൾ പഠിക്കും. ഈ 13 കോഴ്സസ് നിങ്ങൾ പഠിക്കുമ്പോൾ 64 ക്രെഡിറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. 64 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നത് 7 കോഴ്സസ് ആണ്. മൊത്തത്തില് 7 കോഴ്സസിൽ 32 ക്രെഡിറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. 7 കോഴ്സസ് പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ, കോഴ്സസ് എന്ന് പറയുന്ന സബ്ജക്ട്സ്, ഓക്കെ, അത്രയും പഠിച്ചു കഴിഞ്ഞാൽ 32 ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എന്താണ് എല്ലാം 4 കോഴ്സസ് നിങ്ങൾക്ക് എല്ലാം കമ്പൽസറി ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് കേട്ടോ. എലക്ടീവ്സ് ഒന്നും ഉണ്ടാവില്ല. അതിൽ തിയറി എന്ന് പറയുന്നത് 6 തിയറി പേപ്പറും 1 പ്രാക്ടിക്കൽ പേപ്പറും ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. 6 തിയറി പേപ്പറിന് ഓരോന്നിനും 4 വെച്ചിട്ട് 6 × 4 24 ക്രെഡിറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തിയറി പേപ്പറിന് നമുക്ക് കംപ്ലീറ്റ് ആവുക. 24 ക്രെഡിറ്റ് നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് പ്രാക്ടിക്കം എന്ന് പറയുന്നത് 1 പ്രാക്ടിക്കൽ ക്ലാസ് പ്രാക്ടിക്കലും ഉണ്ടാകും. ഈ 1 പ്രാക്ടിക്കൽ നിങ്ങളുടെ ഫസ്റ്റ് MPC 001 കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ബന്ധപ്പെടുത്തിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഞാൻ പറഞ്ഞുതരാം. 1 പ്രാക്ടിക്കം എന്ന് പറയുന്നത് 8 ക്രെഡിറ്റ്സ് ആണ്. 8 ക്രെഡിറ്റ്സ് ആണ് ഈ പ്രാക്ടിക്കലിന് ഉണ്ടാവുക. അപ്പൊ മൊത്തത്തില് 32 ക്രെഡിറ്റ്, അങ്ങനെയാണ് 32 വരുന്നത്. ഇനി സെക്കൻഡ് ഇയറിന്റെ കാര്യം, സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്പെഷ്യലൈസേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. 3 സ്പെഷ്യലൈസേഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ എ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നുള്ള രീതിക്ക് വരാം. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജി ആണ്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജി ആണ്. ആൻഡ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇങ്ങനെ 3 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അതിൽ തിയറിയിൽ വരാ 12 ക്രെഡിറ്റുകളാണ്. പ്രാക്ടിക്കം നിങ്ങൾക്ക് നാല് ഡിസ്ട്രിബ്യൂഷൻ ആണ്, 4ആയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. തിയറിയിൽ 12 ക്രെഡിറ്റും പ്രാക്ടിക്കം 6 ക്രെഡിറ്റ്, ഇന്റേൺഷിപ്പ് ഉണ്ടാകും അത് 8 ക്രെഡിറ്റ്, ആൻഡ് പ്രൊജക്ട് 6 ക്രെഡിറ്റ്. അങ്ങനെ ടോട്ടൽ 32. അങ്ങനെ 32 64 അങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റിനെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ സിലബസിൽ നമുക്ക് ഈ ടേബിളെക്കാട്ട് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക നെക്സ്റ്റ് ഇതായിരിക്കും. രണ്ടും സെയിം ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ ഓരോ വിഷയങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റില് പഠിക്കുന്ന ഏകദേശം എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. സൈക്കോളജി കോർ കോഴ്സ് ഫസ്റ്റ് ഇയറിൽ വരുന്ന 7 കോഴ്സസും നമുക്കറിയാം. കോഗ്നിറ്റീവ് സൈക്കോളജി, ലേണിംഗ് ആൻഡ് മെമ്മറി, പിന്നെ ലൈഫ് സ്പാൻ സൈക്കോളജി ഉണ്ട്, പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് ഉണ്ട്, അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി ഉണ്ട്, റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പ്രാക്ടിക്കം ഇൻ എക്സ്പെരിമെന്റ് സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിന്റെ കാര്യം നമുക്കിപ്പോ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ഇയറിനെ ഒന്ന് ഫോക്കസ് ചെയ്യാം. സെക്കൻഡ് ഇയറിന്റെ സമയമാവുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോന്നും കുറച്ച് ഡെപ്ത് ആയിട്ട് നോക്കാം. MA സൈക്കോളജി ഫസ്റ്റ് 2 ഇയറിലായിട്ട് നിങ്ങൾ 13 കോഴ്സസ് ആണ് കംപ്ലീറ്റ് ചെയ്യുക. 64 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. അതിൽ ഓരോന്നും നമ്മളിപ്പോ പറഞ്ഞു. അതിൽ നമുക്ക് ഓരോ കോഴ്സസും നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് MPC 001 എന്ന് പറയുന്ന കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി, ലേണിംഗ് ആൻഡ് മെമ്മറി. എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക? കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ പോലെ, നമ്മൾ എല്ലാവരും ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളാണ്. ആ കമ്പ്യൂട്ടർ പോലെ തന്നെ കമ്പ്യൂട്ടറിനെക്കാട്ടും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോഴും റിസർച്ചുകളും സ്റ്റഡികളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ബ്രെയിനിന്റെ ഫുള്ളി ഒരു പഠനം നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും റിസർച്ചുകളൊക്കെ ഗോയിങ് ഓൺ ആണ്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ അല്ലെ, അത്രയും പവർഫുൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്. എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്നുള്ളത് അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. മെന്റൽ പ്രോസസ്സസ് അല്ലെ. കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് മെന്റൽ പ്രോസസ്സസ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഗ്നിറ്റീവ് ടാസ്ക്സ് എന്താണ് ലേണിംഗ്, മെമ്മറി, ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, എക്സ്പ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുക. ഓക്കെ, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉള്ള ബ്ലോക്കും യൂണിറ്റും ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. 4 ബ്ലോക്കുകളാണ് ഉള്ളത്. നമ്മൾ ഓരോരുത്തരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ബ്ലോക്ക് 1 ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ ബ്ലോക്ക് 1 4 ബ്ലോക്കുകളിലായി 16 യൂണിറ്റ്സുകളാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്. അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് കാണാം. ആൻഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. അതിലും 4 യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിലും ഇതുപോലെ 4 യൂണിറ്റ്സ്. ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്. അങ്ങനെ 4 ബ്ലോക്കുകളിലായിട്ട് 16 യൂണിറ്റുകൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് MPC 002 എന്ന് പറയുന്ന ലൈഫ് സ്പാൻ സൈക്കോളജി. ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്. ഡെവലപ്മെന്റ് ആണ് നമ്മൾ അതിൽ പഠിക്കുന്നത് അല്ലെ. മനുഷ്യന്റെ ഡെവലപ്മെന്റ്, ദ ഹോൾ ഡെവലപ്മെന്റ്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. അതായത് അതിൽ നമ്മൾ ഗ്രോത്തും ഡെവലപ്മെന്റും പഠിക്കും. എന്താണ് അതിന്റെ വ്യത്യാസം, എന്താണ് പിന്നെ ആൻഡ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനനം തൊട്ടുള്ളതല്ല, അതിന് മുന്നേ ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത് വരെയുള്ളത് ഹോൾ ഡെവലപ്മെന്റ് ഹോളിസ്റ്റിക് ആയിട്ട്. അതായത് നമ്മൾ സൈക്കോളജിക്കൽ മാത്രമല്ല, നമ്മളവിടെ ലിംഗ്വിസ്റ്റിക്, ഇമോഷണൽ, കോഗ്നിറ്റീവ്, സോഷ്യൽ ഒക്കെ ഡെവലപ്മെന്റ് അല്ലെ. ഓരോ ഏജസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഓരോ സ്റ്റേജിൽ വരുന്ന ചാലഞ്ചസും ഇഷ്യൂസും ഒക്കെ കൂടി പഠിക്കും. ആൻഡ് അതിൽ റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യും. ദെൻ വരുന്നത് ലൈഫ് സ്പാൻ സൈക്കോളജിയിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ബ്ലോക്കും 16 യൂണിറ്റുകളുമാണുള്ളത്. ബ്ലോക്ക് 1
പ്രീനേറ്റൽ ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് ആണ് പഠിക്കുക. ആൻഡ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ഡെവലപ്മെന്റ്, നമ്മളത് വലുതായി കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആ രീതിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ബ്ലോക്ക് 2 ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് ആണ്. ബ്ലോക്ക് 3 ആവുന്ന സമയത്തോ അഡോളസെൻസ് ആയി, ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസെൻസ് ആണ്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് അഡൽഹുഡും ഏജിങ്ങും. ഓക്കെ, അങ്ങനെ 16 യൂണിറ്റ്സ് നമ്മൾ അതിന്റെ 4 ബ്ലോക്കുകളിലായിട്ട് കവർ ചെയ്യും. Then MPC 003 എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ്, പേഴ്സണാലിറ്റി സൈക്കോളജി ആണ്. നമ്മളെ പേഴ്സണാലിറ്റി തിയറീസ്, എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. പല ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അപ്രോച്ചസുകൾ നമ്മൾ പഠിക്കും. എന്താണ്, ദിസ് കോഴ്സ് വിൽ ഹെൽപ്പ് clarify the different approaches to the conceptualization of personality and some key issues in this area. Okay, and numerous personality theories put forward by psychologists from different school of thoughts ൽ നിന്നും പല പേഴ്സണാലിറ്റി തിയറീസ് നമുക്ക് പഠിക്കാനുണ്ടാകും. ഓക്കെ, then നെക്സ്റ്റ് വരുന്നത് പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സെയിം ആയിട്ട് 4 ബ്ലോക്കുകൾ ഉണ്ടാവും. 4 ബ്ലോക്കിൽ 16 യൂണിറ്റുകളാണ് വരിക. പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ നോക്കിക്കോളൂ. ബ്ലോക്ക് 1 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 1, ആൻഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 2, ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അസസ്മെന്റുകളും ഉണ്ടാകും. ആൻഡ് പേഴ്സണാലിറ്റി അസസ്മെന്റ്സിനെ പറ്റിയിട്ടുള്ളതായിരിക്കും. പിന്നെ MPC 004 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. നമ്മൾ സോഷ്യൽ സൈക്കോളജി 4 ക്രെഡിറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക, നമ്മൾ മനുഷ്യന്മാർ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിക്ക് നമ്മൾക്ക് എന്തൊക്കെ ബിഹേവിയറൽ ആസ്പെക്റ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു ക്രൗഡിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരുപോലെയല്ല. നമുക്ക് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് എന്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ലീഡർഷിപ്പ്, അതുപോലെ സോഷ്യലി ഇൻവോൾവ് ആകുന്ന സംഗതികളൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് 4 ബ്ലോക്കുകൾ ഉണ്ട്, 16 യൂണിറ്റുകളാണ് ഉള്ളത്. അപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആണ്. ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. ആൻഡ് ബ്ലോക്ക് 3 ആറ്റിറ്റ്യൂഡ്സ്, സ്റ്റീരിയോടൈപ്സ്, പ്രജഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇങ്ങനെ 4 ബ്ലോക്കുകളിലായിട്ട് നമ്മൾ 16 യൂണിറ്റ്സ് പഠിക്കും. നെക്സ്റ്റ് നമ്മൾ MPC 005 എന്ന് പറയുന്ന റിസർച്ച് മെത്തേഡ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് വരിക. റിസർച്ച് മെത്തേഡ്സ് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, നമ്മളൊരു റിസർച്ച് പ്രാക്ടിക്കലി ചെയ്യേണ്ടതുണ്ട്. ദെൻ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഇയറിൽ നമുക്ക് റിസർച്ചിൽ എന്തൊക്കെയാണ് തിയറീസ് ഉള്ളത്, എന്തൊക്കെയാണ് റിസർച്ച് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് റിസർച്ച് ആണ്, എങ്ങനെയാണ് ഡാറ്റ അനാലിസിസ്, ഇതൊക്കെയാണ് നമ്മൾ റിസർച്ച് മെത്തേഡ്സിൽ പഠിക്കുക. ദെൻ 4 ക്രെഡിറ്റ് ആണ് അതിന് വരുന്നത്. റിസർച്ച് മെത്തേഡ്സിന് നമുക്കൊരു റിസർച്ച് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് തിയറി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിക്കുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് നമ്മൾ റിസർച്ചിൽ ഉണ്ടാവുന്നത്? റിസർച്ച് മെത്തേഡ്സിൽ 4 ബ്ലോക്കുകളിലായിട്ട് 16 യൂണിറ്റ്സ്, നേരത്തെ പോലെ തന്നെ. അപ്പൊ ഫസ്റ്റ് ഓരോ ബ്ലോക്കുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജി ആണ് ബ്ലോക്ക് 1 വരാം. ആൻഡ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ബ്ലോക്ക് 2 വരുന്നത്. ബ്ലോക്ക് 3 വരുന്നത് റിസർച്ച് ഡിസൈൻ. ഓക്കെ, നമ്മൾ ആ ഒരു റിസർച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു ക്രമത്തിൽ തന്നെയാണ് പോകുന്നത്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ സൈക്കോളജി. എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി, 6ാമത്തത്, ലാസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ലെ, നമുക്ക് ഈ റിസർച്ച് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കിട്ടിയ ഡാറ്റ, നമ്മൾ റിസർച്ച് ചെയ്യണം, നമുക്കൊരു ഡാറ്റ കിട്ടിയിരിക്കുന്നു കുറെ, ആ ഡാറ്റയെ നമുക്ക് ഡാറ്റ അനാലിസിസ് ഒക്കെ ചെയ്യണമല്ലോ. ഈ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു മാത്സ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡാറ്റ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യണം, കൺക്ലൂഷൻ ഉണ്ടാക്കണം, അതുവഴി നമുക്ക് ജനറലൈസ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. അല്ലെ, അനലൈസ് ഡാറ്റ ആഫ്റ്റർ ദ കളക്ഷൻ. എന്തൊക്കെ ടൈപ്പിൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്സ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുക. അതിന്റെ ബ്ലോക്കുകളും യൂണിറ്റുകളും ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന
4 ബ്ലോക്കുകളിലായിട്ട് 16 യൂണിറ്റുകൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലോക്കുകൾ നോക്കാം. ബ്ലോക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ബ്ലോക്ക് 2 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. ബ്ലോക്ക് 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബ്ലോക്ക് 4 നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമ്മൾ 6 തിയറി പേപ്പേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളത് MPCL 007 അഥവാ പ്രാക്ടിക്കം ഇൻ എക്സ്പെരിമെന്റൽ സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അതിന് 8 ക്രെഡിറ്റ് ആണ് വരുന്നത് കേട്ടോ. അതിൽ നമുക്ക് 8 പ്രാക്ടിക്കൽസ് ആണ് ചെയ്യാനുണ്ടാവുന്നത്. അത് നമ്മൾ അസൈൻഡ് ആയിട്ടുള്ള സ്റ്റഡി സെന്ററിൽ പോയിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ 8 പ്രാക്ടിക്കൽസിൽ 5 പ്രാക്ടിക്കൽസ് നീഡ് ടു ബി റിട്ടേൺ ഇൻ ദ പ്രാക്ടിക്കൽ റെക്കോർഡ് അക്കോർഡിംഗ് ടു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതായത് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ നിന്ന് ഒരു ഫോർമാറ്റ് തരും. ആ ഫോർമാറ്റിൽ നിങ്ങൾ ഈ പ്രാക്ടിക്കൽസ് എഴുതിയിട്ട് റെക്കോർഡായിട്ട് നമ്മൾ അത് കൊടുക്കണം. ടേം ആൻഡ് എക്സാമിനേഷൻ, അതായത് പ്രാക്ടിക്കലിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പൊ തന്നെ ഉണ്ടാവും. ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ വരും. അപ്പൊ നിങ്ങൾ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അവർ പറഞ്ഞു തരും അതിന്റെ രീതികളൊക്കെ. അപ്പൊ ഇതില് ഏതൊക്കെയാ ഉള്ളത്, ഏതൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, പ്രാക്ടിക്കം എക്സ്പെരിമെന്റൽ സൈക്കോളജി, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ വരുന്ന പ്രാക്ടിക്കൽസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റിംഗിൽ ബാട്ടിയ ബാറ്ററി ഓഫ് പെർഫോമൻസ് ടെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുക. ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്. 16 PF ആണ് ചെയ്യുന്നത്. ടെസ്റ്റ് ഫോർ സോഷ്യൽ ബിഹേവിയർ ഉണ്ട്. ആൻഡ് ഫാമിലി പാത്തോളജി സ്കെയില്, സോഷ്യോമെട്രി, പ്രോബ്ലം ബിഹേവിയർ ചെക്ക് ലിസ്റ്റ്, സ്പാൻ ഓഫ് അറ്റൻഷൻ എക്സ്പെരിമെന്റ്, മെമ്മറി എക്സ്പെരിമെന്റ്, അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഓക്കെ, കോഴ്സസ് നമ്മൾ പറഞ്ഞു അല്ലെ. 7 കോഴ്സസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ 7 കോഴ്സസോടെ നമ്മൾ 32 ക്രെഡിറ്റ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി സെക്കൻഡ് ഇയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി. ഇത് 3-ൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യലൈസേഷൻ എടുത്തിട്ട് അതിന്റെ അണ്ടറിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുക. നമ്മൾ സെക്കൻഡ് ഇയറിൽ അത് കൂടുതൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ അത് പഠിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പ്രോഗ്രാം കംപ്ലീഷൻ ഫസ്റ്റ് ഇയറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 7 സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു. 7 സബ്ജക്റ്റിന്റെ ഓരോ സബ്ജക്റ്റും നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ആൻഡ് ഓരോ സബ്ജക്റ്റ് വരുന്ന ബ്ലോക്സ്, കാര്യങ്ങൾ, ക്രെഡിറ്റ്സ് എത്രയാന്നൊക്കെ ഉള്ളതൊക്കെ നോക്കി. ഇനി നമുക്ക് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സ് എന്തൊക്കെ ഇനിയുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മളുടെ കോഴ്സ് അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോറി, അതിൽ ഫസ്റ്റിൽ വരുന്നത് അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻസ് ആണ്. ആൻഡ് 2 വരുന്നത് അസൈൻമെന്റ്സ് ആണ്. പിന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ്. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം വരുന്നത് അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻ ആണ്. അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻ എന്ന് പറയുമ്പോൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് അല്ലാതെ നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് സെഷൻസ്, അതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സസ്, ട്യൂട്ടോറിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് അവര് വിളിക്കുന്ന സമയത്ത് അത് നിർബന്ധമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കലിന് ഉണ്ടാകുന്ന ക്ലാസ്സസ് ഒക്കെ 100% നമ്മൾ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രാക്ടിക്കലിന്റെ ടേം ആൻഡ് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫുൾ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. ആകെ 2-3 ക്ലാസ്സുകൾ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ ക്ലാസ്സിലും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ആൻഡ് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽസ് ആർ ടു ബി കണ്ടക്ടഡ് ഓൺ പ്യുവർ ലേണർ ഇൻ ദ സ്റ്റഡി സെന്റർ. അതായത് സ്റ്റഡി സെന്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്യുവർ ലേണേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പ്രാക്ടിക്കൽസ് ചെയ്യാൻ. നമുക്കിപ്പോ നമ്മളിപ്പോ മെമ്മറി അസസ് ചെയ്യുകയാണെങ്കിലും, നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ആണെങ്കിൽ, ഏത് ഇന്റലിജൻസ് സ്കെയിൽ ആണെങ്കിലും, ഏതാണെങ്കിലും നമുക്കിപ്പോ ഓപ്പോസിറ്റ് ഒരാൾ വേണം അല്ലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നിങ്ങളെ കൂടെ പഠിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ഈ പ്രാക്ടിക്കൽസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, പക്ഷെ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മളൊരു സബ്ജക്റ്റിനെയും കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം ആ സമയത്ത് പിയർ ലേണേഴ്സ് പറ്റില്ല, എല്ലാവർക്കും എക്സാം എഴുതണമല്ലോ. അപ്പോ നമ്മൾ വേറൊരാളെ സബ്ജക്റ്റിനെ കൂട്ടിയിട്ട് എക്സാമിന് പോകണം. ഓക്കെ,
അപ്പോ 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാക്ടിക്കലിന്റെ ടേം ആൻഡ് എക്സാമിനേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇന്റേൺഷിപ്പിന്റെയും പ്രൊജക്ടിന്റെ ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് പറഞ്ഞത് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറയാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ 240 hours ആണ് സെക്കൻഡ് ഇയറിൽ വരുന്നത്. ആൻഡ് അത് അവിടുത്തെ ഏജൻസി ആയിട്ട് നമുക്ക് മാർക്ക് ഒക്കെ ഇട്ട് തരേണ്ടതുണ്ട്. ആൻഡ് പ്രൊജക്ട് എന്ന് പറയുന്നതും സെക്കൻഡ് ഇയറിലാണ്, അതും ഗൈഡ് സൂപ്പർവിഷൻ ഉണ്ടാകും. പിന്നെ പ്രൊജക്ട് റിപ്പോർട്ട് അതൊക്കെ സെക്കൻഡ് ഇയറിലെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും കേട്ടോ. ആൻഡ് അസൈൻമെന്റുകളാണ്. ഇനി അറ്റൻഡൻസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണെങ്കിലും കോൺടാക്ട് ക്ലാസ്സസ് ആണെങ്കിലും സ്റ്റഡി സെന്ററിൽ ഉണ്ടാകുന്ന ക്ലാസ്സസ് ഒക്കെ നമ്മൾ 100% അറ്റൻഡൻസ് നിർബന്ധമാണ്. ആൻഡ് അതാണ് നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു ലെവല്, ഒരു കോമ്പണന്റ് വരുന്നത്. ഇനി അസൈൻമെന്റ് എന്ന് പറയുന്നത്, അസൈൻമെന്റ് നമുക്ക് ഉള്ള തിയറി പേപ്പേഴ്സിനൊക്കെ നമുക്ക് അസൈൻമെന്റ് എഴുതാനുണ്ട് അല്ലെ. അപ്പൊ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഓരോ അസൈൻമെന്റ് ഓരോ കോഴ്സിനുണ്ടാകും. ഒരു ഡ്യൂ ഡേറ്റ് അവർ തരും സ്റ്റഡി സെന്ററിന്. ഇപ്പൊ നിങ്ങൾ ജനുവരി ബാച്ച് ആണ്, ജനുവരിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഡിസംബറിന് മുന്നായിട്ട് ഒരു സെപ്റ്റംബർ ഒക്കെ ആവുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തിരിക്കണം ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട്. ഓക്കെ, അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അസൈൻമെന്റ് നീഡ് ടു സബ്മിറ്റ് ഇൻ ഹാൻഡ് റിട്ടൺ ഫോം അല്ലെ. നമ്മൾ എഴുതിയിട്ട് കൈകൊണ്ട് എഴുതി A4 ഷീറ്റിൽ നമ്മൾ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇഗ്നോ സ്റ്റഡി സെന്ററിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആൻഡ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ കയ്യിൽ വെക്കണം. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ ഒരു കോപ്പി നമ്മൾ എടുത്തു വെക്കണം. നമ്മൾക്ക് അത് ഫ്യൂച്ചർ റെഫറൻസിന്, ഫ്യൂച്ചർ റെക്കോർഡിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കണം. നമ്മൾ പിന്നെ സ്റ്റഡി സെന്ററിൽ നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കൊരു സബ്മിഷൻ അക്നോളജ്മെന്റ് റെസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസിറ്റ് തരാനുണ്ട്. ഈ റെസിറ്റ് നമ്മൾ വാങ്ങിക്കണം. ഓക്കെ, എന്തായാലും നമ്മളത് വാങ്ങിച്ചിരിക്കണം. കാരണം ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ആ റെസിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് അസൈൻമെന്റിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി സെന്ററിൽ അത് അവര് പിന്നെ ആ അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ സ്റ്റഡി സെന്ററിന്റെ അക്കാഡമിക് കൗൺസിലർ അതിൽ മാർക്ക് ഒക്കെ ഇട്ട് കമന്റ് ഒക്കെ എഴുതി അത് നമുക്ക് ഒരു മന്തിനകം തിരിച്ചു തരുന്നതായിരിക്കും. തിരിച്ചയച്ചു തരുമോ അല്ല തിരിച്ചു തരും. തിരിച്ചു തരുന്ന അസൈൻമെന്റിന്റെ പേര് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്നാണ്. അതായത് TMA. ഈ TMA നിങ്ങൾ കയ്യിൽ വെക്കുക. അതായത് നമ്മൾ കൊടുത്ത അസൈൻമെന്റ് തന്നെ നമുക്ക് തിരിച്ചു തരാണ് അവര് കമന്റ് ഒക്കെ രേഖപ്പെടുത്തിയിട്ട്. അതിന്റെ പേരാണ് TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്. ഓക്കെ, അപ്പോൾ ഈ ട്യൂട്ടർ മാർക്ക് നമുക്ക് ഈ ഒരു അസൈൻമെന്റിൽ നമുക്ക് 40% മാർക്ക് കിട്ടിയിരിക്കണം. 40%ഉം കൂടുതലും ഇത്രയും കിട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പാസ് ആവുള്ളൂ. പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% ആണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടേം ആൻഡ് എക്സാം 40% നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷന് നമ്മൾ എലിജിബിൾ ആണ്. ഓക്കെ, ഇനി അഥവാ നമ്മൾ പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഇഗ്നോ സൈറ്റിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്ത് നെക്സ്റ്റ് ഇയറിലേക്ക് സബ്മിറ്റ് ചെയ്യണം. അതാണ് അസൈൻമെന്റിന്റെ കാര്യം പറയാനുള്ളത്. ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ടേം ആൻഡ് എക്സാമിനേഷൻ ടേം ആൻഡ് എക്സാമിനേഷൻ ആർ ഹെൽഡ് ഇൻ ജൂൺ ആൻഡ് ഡിസംബർ എവറി ഇയർ അല്ലെ. നമുക്ക് ജൂണിലും ഡിസംബറിലും ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇയർലി ആണ്, സെമസ്റ്റർ വൈസ് അല്ല. നിങ്ങൾ ജനുവരിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മിങ് ഡിസംബറിൽ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതും. ഓക്കെ, പിന്നീട് ഡിസംബർ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജൂണിൽ നമുക്ക് എക്സാം എഴുതാം. ഇൻ ഡിസംബറിൽ ഏതെങ്കിലും സബ്ജക്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്നെങ്ങാനുണ്ടെങ്കിൽ ആ പേപ്പറൊക്കെ നമുക്ക് ജൂണിൽ എഴുതാം. വരുന്ന ജൂൺ, അതായത് ഈ ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജൂണിൽ 25 ജൂണാണ് 2025 ജൂണിൽ. ആ സമയത്ത് നമുക്ക് അത് എഴുതാം. ഓക്കെ, അല്ലാതെ നമുക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ട് ഡിസംബറിൽ എല്ലാ പേപ്പേഴ്സും എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ കോഴ്സ് വർക്കും നമ്മളെ അസൈൻമെന്റും ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ ടേം ആൻഡ് എക്സാമിനേഷന് എലിജിബിൾ ആവുക. പിന്നെന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം തിയറി പേപ്പർ അല്ലാണ്ട് പ്രാക്ടിക്കൽ ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. ആ സമയത്തല്ല, നമുക്ക് എപ്പോഴാണ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് വരുന്നത് അത് കഴിഞ്ഞ പാടാണ് നമുക്ക് പ്രാക്ടിക്കലിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ ഉണ്ടാവുക. അത് നമ്മുടെ സ്റ്റഡി സെന്ററിന് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അത് പ്രാക്ടിക്കൽ തിയറിന്റെ കൂടെ അല്ല, പ്രാക്ടിക്കൽ വേറെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ എന്താണ്
പ്രാക്ടിക്കലിന് നമുക്ക് സബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യാനുണ്ട്. നമ്മളൊരു സബ്ജക്റ്റിനെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റഡി സെന്ററിൽ എക്സാം എഴുതാം. പ്രാക്ടിക്കൽ ടേം ആൻഡ് എക്സാമിനേഷനിൽ പോകുന്ന സമയത്ത് നമ്മളൊരു സബ്ജക്റ്റിനെ നിർബന്ധമായും കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ പാസ് മാർക്ക് വരുന്നത് 40% 40% കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ് ആവുള്ളൂ. 40% അതിൽ കൂടുതലും. ഓക്കെ. അപ്പോൾ നമ്മൾ 40% കുറവാണ് നമുക്ക് മാർക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷനിൽ പിന്നെയും എഴുതേണ്ടി വരും. ഓക്കെ. ഇനി ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ്? നമുക്ക് രണ്ട് പാർട്ടുകളായിട്ടാണ് നമുക്ക് ഇവാലുവേഷൻ വരുന്നത്. ഒന്ന് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഒന്ന് ടേം ആൻഡ് എക്സാമിനേഷൻ. അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അസൈൻമെന്റ് ആണ്, ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എക്സാം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മുടെ ഇവാലുവേഷൻ നടക്കുന്നുണ്ടാവുക. ഇവാലുവേഷൻ സിസ്റ്റത്തില് തിയറി കോഴ്സസ് ഉണ്ട്, തിയറിയുടെ മാർക്ക് ഉണ്ട്, പ്രാക്ടിക്കം ഉണ്ട്, അതായത് പ്രാക്ടിക്കൽസ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇവാലുവേഷനിലെ. ഇതിനൊക്കെ ഡിഫറെന്റ് ഇവാലുവേഷൻസ് ആയിരിക്കും കേട്ടോ. ഫൈനൽ റിസൾട്ട് വരെ 70% ഓഫ് ദ മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ടേം ആൻഡ് എക്സാമിനേഷനും 30% ഓഫ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്, അതായത് നമ്മുടെ അസൈൻമെന്റും ആണ് കേട്ടോ. ഇത് നമ്മുടെ പ്രാക്ടിക്കൽസിനാണെങ്കിൽ 50% വെയിറ്റേജ് എക്സ്റ്റേണൽ അസസ്മെന്റ് ആണ്. അതായത് ടേം ആൻഡ് എക്സാമിനേഷനും 50% നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് അറ്റൻഡൻസ് നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് ചെയ്യുന്നുണ്ടാവില്ലേ, അതിനുമാണ് 50 ക്ലാസ്സസ് ഉണ്ടാവില്ലേ, അതിനുമാണ് 50% വരാം. ദെൻ ഇന്റേൺഷിപ്പിൻ്റെത് പറഞ്ഞുതരാം. 30% എന്ന് പറയുന്നത് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റിനാണ്. പിന്നെ 30% വരെ ഏജൻസി സൂപ്പർവൈസർ, നമ്മൾ എവിടെയാണോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അവിടുത്തെ ഏജൻസി സൂപ്പർവൈസർ നമുക്ക് മാർക്ക് തരാനുണ്ട്. പിന്നെ ലാസ്റ്റിലുള്ള എക്സ്റ്റേണൽ എക്സാമിനർ, അത് വൈവ ആയിരിക്കും, അത് 40% ആണ് വരിക. ദെൻ പ്രൊജക്റ്റിനാണെങ്കിൽ 70% നമ്മളുടെ റിട്ടേൺ പ്രൊജക്റ്റിനാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ അഥവാ വൈവക്ക് 30% ഉണ്ടാവുക. ഗ്രേഡിംഗ് സ്കീമാണ് നമുക്ക് വരിക. അതായത് നമ്മളുടെ മാർക്കുകൾ എങ്ങനെയാണ് അവര് ഗ്രേഡ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ഇപ്പുറം കണ്ടില്ലേ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട്, ഫസ്റ്റ് ഡിവിഷൻ കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് 60% ആൻഡ് എബവ് കിട്ടിയ ആൾക്കാർക്കാണ് ഫസ്റ്റ് ഡിവിഷൻ ഉണ്ടാവുക. 50 to 59.9% ഇടയിൽ വരുന്ന ആൾക്കാരാണ് സെക്കൻഡ് ഡിവിഷൻ ഉണ്ടാവുക. ആൻഡ് 40 to 49% കിട്ടിയ ആൾക്കാർക്ക് തേർഡ് ഡിവിഷൻ. 40% ബിലോ ആണ് നമ്മൾ സക്സസ്ഫുൾ ആണ്, നമുക്ക് നെക്സ്റ്റ് എക്സാം പിന്നെ എഴുതേണ്ടി വരും. അതൊക്കെയാണ് നമ്മളുടെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റിൽ വരാം. ഒന്ന് അറ്റൻഡൻസ് സബ്മിഷൻ ആണ്, ഒന്ന് അസൈൻമെന്റ് ആണ്, ആൻഡ് ഒന്ന് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്, ആൻഡ് ഗ്രേഡിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. ഇതൊക്കെയാണ് നമ്മളുടെ കോഴ്സ്. നമ്മളുടെ MA ഇൻ സൈക്കോളജി എന്ന് പറയുന്ന MAPC പ്രോഗ്രാമിന്റെ സിലബസിലൂടെയാണ് നമ്മളിപ്പോ പോയത് അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഓരോ ഫസ്റ്റ് ഇയറിന്റെ 7 സബ്ജക്ട്സിൽ 6 തിയറി പേപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഒരു പ്രാക്ടിക്കൽ പേപ്പറിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഓരോ തിയറി പേപ്പേഴ്സും ഏതൊക്കെയാണ്, അതിന് എത്ര ക്രെഡിറ്റ് വരുന്നുണ്ട്, പ്രാക്ടിക്കൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, പിന്നെ നമ്മളുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, എക്സാം ഉണ്ടാകും അല്ലെ, എങ്ങനെയാണ് നമ്മുടെ മാർക്കുകൾ വരുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കഷൻ പാർട്ടിലേക്ക് എല്ലാരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞിട്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 വർഷമുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെ അർഷാന മാം? ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. മാം, എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്കിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ടല്ലോ, അപ്പൊ ഈ കോറിലേഷനിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് കാണത്തില്ലേ ചെയ്യാൻ? പ്രോബ്ലംസ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എക്സാമിന്. കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല അപ്പൊ? കാൽക്കുലേറ്റർ ഓക്കെ. ഓരോ തിയറി പേപ്പറും ഓരോ ദിവസമാണോ എക്സാം? സോറി കേട്ടില്ല, ഒന്നുകൂടി ചോദിക്കാമോ? ഓരോ തിയറി പേപ്പറും ഓരോ ദിവസമാണോ എക്സാം? ഓരോ ദിവസമാണോ എക്സാം ചോദിച്ചത്? എക്സാം അതെ അതെ.
ഒരു ദിവസമായിട്ടാണ് നമുക്ക് എക്സാം. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് എക്സാംസ് ആണ്. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് എല്ലാ എക്സാംസും കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. മാം, ഈ സ്റ്റഡി സെന്ററിന്റെ കാര്യത്തിലേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹലോ ചോദിച്ചോളൂ. മാം, ഞാൻ ഇപ്പൊ ഹന മാമിനെ അറിയാം, ഞാൻ ഇവിടെ പുറത്താണ്, മാലദ്വീപ്സിലാണ്. അപ്പൊ ഈ ക്ലാസ് ഒക്കെ സോറി സ്റ്റഡി സെന്റർ അല്ല, ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേ അത് 100% അറ്റൻഡൻസ് വേണമല്ലോ. അപ്പൊ ഏകദേശം ഏത് ടൈമിലാവും അത്? ഓക്കെ, രേഷ്മ സ്റ്റഡി സെന്റർ എവിടെയാണ്? കല്ലൂരാണോ? യെസ് മാം. ഓക്കെ, നിങ്ങൾ ഈ നമ്മുടെ തിയറി പേപ്പർ എക്സാം ഉണ്ടല്ലോ, നിങ്ങളുടെ ഫസ്റ്റ് ഒരു ഓറിയന്റേഷൻ ഇപ്പൊ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, നിങ്ങളുടെ ബാച്ച് ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവും നിങ്ങളുടെ ഹോൾ ബാച്ചിന്, Jan 24 ബാച്ചിന് കലൂർ സ്റ്റഡി സെന്ററിൽ വരുന്ന എല്ലാ സ്റ്റഡി സെന്ററും അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവും. ആ ഒരു ടൈമിൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് പങ്കെടുക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് സെഷൻസ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ തിയറി എക്സാംസ് കഴിഞ്ഞ ശേഷം നമുക്കൊരു 4 days പ്രാക്ടിക്കലിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. അത് മസ്റ്റ് ആയിട്ട് നമ്മൾ പങ്കെടുത്താൽ മതി. പിന്നെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ വെക്കുകയാണെങ്കിൽ പോലും അത് എക്സാമിനോട് അടുത്തിട്ട് ഒരു 3-4 ദിവസമൊക്കെ ഉള്ള ക്ലാസ്സുകളെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറൊരു അറ്റൻഡൻസിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് വരില്ല. ഓക്കെ, അപ്പൊ ഈ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സസ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ മാം, താങ്ക് യു. സ്റ്റഡി സെന്റേഴ്സ് എവിടെയൊക്കെയാ ഉള്ളത്? സ്റ്റഡി സെന്റേഴ്സ് ഇപ്പൊ നമുക്ക് കേരളത്തിൽ 3 റീജിയണൽ സെന്റർ നേരത്തെ ഹന മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഒന്ന് വടകര, പിന്നെ കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം അല്ലെ. അപ്പൊ ഇതിന്റെ കീഴിലായിട്ട് നമുക്ക് 10-60ഓളം സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് കേരളത്തിൽ. പക്ഷെ എല്ലാ സ്റ്റഡി സെന്റേഴ്സിൽ തന്നെ സൈക്കോളജി ഉണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളെ എല്ലാ സ്റ്റഡി സെന്റേഴ്സും സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രം ആണെങ്കിൽ നിങ്ങളുടെ RCയിലും സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതേപോലെ തന്നെ മാറിവേനിയസ് കോളേജിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വടകര റീജിയണൽ സെന്ററിലേക്ക് വരുമ്പോൾ നമുക്ക് JDT ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള കോളേജാണ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. കൊച്ചിയിലേക്ക് വരുമ്പോൾ കലൂരാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു വ്യത്യാസം. സെന്റേഴ്സ് ഒരുപാട് ഉണ്ടാവും, പക്ഷെ സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് കുറവായിരിക്കും. ഇപ്പൊ കുറച്ചും കൂടി വരുന്നുണ്ട്. കാസർഗോഡൊക്കെ നമുക്ക് സ്റ്റഡി സെന്റേഴ്സ് സൈക്കോളജി കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. തൃശ്ശൂർ ഉണ്ടോ? അറിയോ? തൃശ്ശൂർ ഇല്ല, തൃശ്ശൂരുകാരെല്ലാം കലൂരാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോ ലേൺ വൈസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ പോലെ നമുക്ക് ഇത്രയും നാൾക്കുള്ളിൽ നമ്മൾ ഇന്ന പേപ്പർ ഇന്ന യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പഠിക്കുന്നവർക്ക് അതൊരു സെറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. നമ്മളൊരു മെന്റലായിട്ട് അത് തീർത്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും? യെസ്, ഉറപ്പായിട്ടും. നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം ടേബിൾ റിലീസ് സെഷൻ ആണ്. ഓക്കെ, ആ ഒരു സെഷനകത്ത് നമ്മൾ നിങ്ങളുടെ ഒരു 1 ഇയറിലേക്കുള്ള കംപ്ലീറ്റ് സിലബസ് ടൈം ടേബിൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ ആദ്യത്തെ ഒരു 3 മാസത്തിലേക്കുള്ള ഒരു ജൂൺ വരെയുള്ള ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ ഓരോ സബ്ജക്റ്റും നിങ്ങൾ ഏത് മാസത്തിൽ ഏത് ഡേയിൽ കംപ്ലീറ്റ് ചെയ്യണം, ഇന്ന് ഏത് വീഡിയോ ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ നാളെ ഏത് വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങളുടെ ഈ ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ ഒരു 1 ഇയറിന്റെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടാവുക. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു ഓറിയന്റേഷന്റെ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങളോട് ക്ലാസ് കാണാൻ പറയും. അതിനുശേഷമാണ് അതിന്റെ ഒരു ലൈവ് റിവിഷൻ സെഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലൈവ് റിവിഷനും കൂടി കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഇതിനുള്ള കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. എനിക്ക് 2 ഡൗട്ട് ഉണ്ട്. ഒന്ന്, ഞാനിവിടെ UAE-യിലാണ്. അപ്പം ഞങ്ങൾക്ക് മാക്സിമം ലീവ് എടുക്കാൻ പറ്റുന്ന 5 weeks ടുഗദർ ആണ്. ഈ 5 weeksനുള്ളിൽ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ സെഷൻസും തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും തീരുമോ എന്നുള്ളതാണ് ഇതുവരെ. തീരുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഓക്കെ, ഫൈൻ. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ പുറത്ത് കൺട്രീസിൽ പലരും വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്ക് പല കൺട്രീസിലും എക്സാം സെന്റേഴ്സ് ഉണ്ട്. ഇഗ്നോയുടെ ഒരു ബെനിഫിറ്റും അത് തന്നെയാണ്. പല കൺട്രീസിലും നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. UAE-യിൽ എക്സാം സെന്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിയറി പേപ്പറിന്റെ എക്സാം UAE-യിൽ എഴുതിയിട്ട് പ്രാക്ടിക്കലിന് വേണ്ടി മാത്രം നാട്ടിൽ വരാം. ഓക്കെ, അല്ലാതെ ചിലപ്പം തിയറി പേപ്പറിന് വന്നിട്ട് അതൊരു തിയറി പേപ്പർ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പ്രാക്ടിക്കലിന്റെ ക്ലാസ്സസ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊരു ലീവ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ, ഇൻ ബിറ്റ്വീൻ വന്നിട്ട് പോവാന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട്
തിയറി പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ എക്സാം സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ എഴുതാം. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്താൽ മതി. അതൊരു പോസിബിലിറ്റി ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് ഡൗട്ട്, ഞങ്ങൾ ആക്ച്വലി ഒരു അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല, സോ ജൂണിലായിരിക്കും എക്സാം എഴുതുന്നത്. സോ അസൈൻമെന്റ് ഓക്കെ. സെപ്റ്റംബറിൽ സബ്മിറ്റ് ചെയ്യണോ അതോ നെക്സ്റ്റ് ജൂണിൽ എക്സാം എഴുതുന്നവരുടെ ഒപ്പമാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? രണ്ട് രീതിയിലും ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു ടൈമിൽ സെപ്റ്റംബറിലേക്ക് പറ്റുമെങ്കിൽ ആ ടൈമിലേക്ക് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾ എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ജൂൺ ആവുമ്പോഴേക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓവർലോഡ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആ ഒരു ടൈം ആവുമ്പോഴേക്കും അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഹായ് മരീസ, പറയൂ. ഹായ്. ആക്ച്വലി അസൈൻമെന്റ് അതിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ലൈക്ക് ഈ സെപ്റ്റംബറിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എത്ര നാൾ മുമ്പ് അവര് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് തരുവാണോ അതോ ഇഗ്നു വഴി മെയിൽ അയക്കുവാണോ? ഓക്കെ, നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ കാര്യം, നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി റിലീസ്ഡ് ആണ്. ജൂലൈ 23 ബാച്ചിനും ജാൻ 24 ബാച്ചിനും സെയിം അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇഗ്നോയുടെ സൈറ്റിൽ ഓൾറെഡി റിലീസ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഈ ഓറിയന്റേഷൻ സെഷൻ കഴിയുന്നതോടുകൂടി ക്ലാസ്സുകൾ തുടങ്ങും നമ്മൾ. അപ്പൊ അതിന്റെ ഓർഡറിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ ആരാണോ അവർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളുടെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ സോറി ഇറ്റ്സ് ഓക്കെ, ചോദിച്ചോളാം. സോറി. പിന്നെ എനിക്ക് ആക്ച്വലി ഇപ്പൊ മറ്റേ മാം പറഞ്ഞായിരുന്നു, നമ്മള് പ്രാക്ടിക്കല് ചെയ്യുമ്പോ നമ്മള് ഒരാളെ കൂടെ കൊണ്ടുപോകണം. അത് എനിക്ക് അത്രയും ക്ലിയർ ആയില്ലായിരുന്നു. ലൈക്ക് അത് ഓക്കെ, കുഴപ്പമില്ല. അതെന്താന്ന് വെച്ചാല് നമ്മൾ ഈ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ, ക്ലാസ്സസിന് പോകുന്ന സമയത്ത് നിങ്ങൾ ആരെയും കൊണ്ടുപോകണ്ട. ആ സമയത്ത് ഓക്കെ. നിങ്ങളുടെ ബാക്കി സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെ ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ രണ്ടുപേര് പെയർ ആയിട്ടാണ് ചെയ്യിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഓക്കെ. പ്രാക്ടിക്കൽ എക്സാം, അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് റെക്കോർഡായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്തിട്ട് ഒരു എക്സാം ഡേ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ ആ എക്സാമിന്റെ ദിവസം നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുപോകണം. അന്ന് ആരും അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആരെങ്കിലും മക്കളെയോ അല്ലെങ്കിൽ വീട്ടിലെ സിസ്റ്ററിനെയോ ബ്രദറിനെ ഒക്കെ കൊണ്ടുപോയാൽ മതി. ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയാൽ മതി. ഓക്കെ 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 ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അഞ്ജു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സഞ്ജു പറയൂ. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? പിന്നെ അതുപോലെ ഇന്റേൺഷിപ്പിന്റെ കാര്യം ചോദിക്കാം. അപ്പം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ ആപ്പിനകത്ത് ക്ലാസ്സിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു SLM എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എല്ലാവരും ഒന്ന് സുപരിചിതരായിട്ടുണ്ടാവും. എങ്കിൽ പോലും നമുക്ക് ആ SLM വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് ബുക്കിനും കൂടി ഫീ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പോസ്റ്റ് വഴി വീട്ടിൽ വരും. പക്ഷെ അതിന് കുറച്ച് താമസം ഉണ്ടാവും, കാരണം ജൂലൈ ബാച്ചിന് വരെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് നാൾ കഴിയും ടെക്സ്റ്റ് ബുക്ക് വരാനായിട്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വേണം ടെക്സ്റ്റ് ബുക്ക് കണ്ട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ എന്നാണ് നമുക്ക് തോന്നുന്നുള്ളെങ്കിൽ ഇഗ്നോയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ SLM നമുക്ക് PDF ആയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കയറിയിട്ട് MA സൈക്കോളജി ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിനും, ഈ പറഞ്ഞിട്ടുള്ള 6 സബ്ജക്റ്റിന്റെയും PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇന്റേൺഷിപ്പിന്റെ കാര്യമാണ് തോന്നുന്നത്. ഓക്കെ, ഇന്റേൺഷിപ്പിന്റെ കാര്യമാണല്ലേ ചോദിച്ചത്? അതായത് 30 ദിവസം വേണ്ടേ? നമ്മൾ 40 അവർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? 30 ദിവസമാണോ? Yes, yes, yes. അതെ, നമ്മൾക്ക് സെക്കൻഡ് ഇയറിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ 1-2 പേപ്പേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയ ശേഷം മാത്രം ഇന്റേൺഷിപ്പ് പോയാൽ മതി. ഫസ്റ്റ് ഇയറിലൊന്നും ഇന്റേൺഷിപ്പിന് ആരും പോകണ്ട. 1-2 പേര് എന്നോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടുകൂടിയാണ് ഞാനിപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ മാത്രം ഇന്റേൺഷിപ്പിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അത് നമ്മൾ 30 ഡേയ്സ്, അപ്പം 240 hours എന്നുള്ള 30 ഡേയ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 1 month ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ നിങ്ങൾ ചെയ്യുന്നത് അവർ തരുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനുശേഷം നമ്മൾ 10 കേസുകൾ റിപ്പോർട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. സോ എല്ലാവരും ഈ 30 ഡേയ്സ് മസ്റ്റ് ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അങ്ങനെ ഇന്റേൺഷിപ്പ് ആയിട്ട് എടുക്കാൻ പറ്റുമോ?
വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റുമോ? എവിടെയാണ് വർക്ക് അതെ, ചെയ്യുന്നത്? ഇതാണ് വനിതാ ശിശു വികസന ആ ഒരു മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെ? ഓക്കെ. അപ്പം അതിനകത്തൊരു കാര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയർ ഓപ്റ്റ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ക്ലിനിക്കൽ ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ ക്ലിനിക്കൽ കേസസ് ഉള്ളിടത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കൽ സ്പെഷ്യലൈസ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല ഇപ്പൊ കൗൺസിലിംഗ് ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ക്ലിനിക്കലാണ് നോക്കുന്നത്. അപ്പം BRC പോലുള്ള അങ്ങനെയായിരിക്കുമോ? ക്ലിനിക്കൽ ആണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ക്ലിനിക് ഓപ്റ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമുക്ക് ക്ലിനിക്കൽ കേസസ് കൂടുതലായിട്ട് കാണണമെങ്കിൽ അങ്ങനെ തന്നെ നോക്കേണ്ടി വരും. ഇപ്പം നമുക്ക് അവിടെ ഇങ്ങനെ നമുക്ക് സ്കിസോഫ്രീനിയ പോലത്തെ കണ്ടീഷൻസോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ ഒന്നും അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ക്ലിനിക്കലായിരിക്കും പഠിക്കാനുള്ളത്. സോ അപ്പം ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മാം? നഫീസ് അല്ലേ? ഓക്കെ, നഫീസ് ഹിബയാണ് പറയൂ. മാം. ഹിബയാണ് ഓക്കെ, പേര്. ഹിബ. ജൂലൈ 23 ബാച്ച് ആണല്ലോ ഞാൻ. അപ്പം എനിക്ക് അറ്റൻഡൻസിന്റെ ഒന്നും അറിയില്ല. ഓറിയന്റേഷൻ ഒന്നും സ്റ്റഡി സെന്ററിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ മെയിൽ വന്നിട്ടുണ്ടാവും. ഈ സ്റ്റഡി സെന്ററിന്റെ ഈ ഹിബയുടെ സ്റ്റഡി സെന്ററിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും സ്റ്റുഡൻസിനുള്ള. ഓക്കെ, അത് ആ ഗ്രൂപ്പിനകത്തൊന്ന് ജോയിൻ ചെയ്താൽ മതി. അതിന്റെ ലിങ്ക് അതിപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയാ ചെയ്യാൻ നമ്മൾ പറ്റും? ഷെയർ ചെയ്യാം. നമ്മൾ ഷെയർ ചെയ്യാം. അപ്പം ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് എന്ത് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ വേറെ ഇതുവരെ ക്ലാസ്സസ് ഒന്നും ജൂലൈ 23 ബാച്ചസിന് വേറെ ഒന്നും നടന്നിട്ടില്ല. അവരുടെ ഓറിയന്റേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഡോണ്ട് വെറി, വേറെ അറ്റൻഡൻസ് ഇഷ്യൂസ് ഒന്നും വരാറായിട്ടില്ല. താങ്ക് യു. കേട്ടില്ലേ? അതായത് നമ്മളൊരു ഓറിയന്റേഷൻ നടത്തും. ആ ഓറിയന്റേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ തരും എന്ന് പറഞ്ഞല്ലോ. ആ ഓറിയന്റേഷൻ എന്നാണ് ഏകദേശം വരിക? ഒരു ഐഡിയ ഉണ്ടോ? നമ്മൾ ലേൺ വൈസിൽ നിന്ന് തരുന്നതാണോ? അതെ, ഇപ്പോ നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ, ഞങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു ടൈം ടേബിൾ, ഏതൊക്കെ വീഡിയോ എപ്പോൾ തീർക്കണം എന്നുള്ളത് അറിയുന്നതിന് ടൈം ടേബിൾ തരും എന്ന് പറഞ്ഞു. അത് തരുന്നത് ഒരു ഓറിയന്റേഷനിൽ വെച്ചിട്ടാന്ന് പറഞ്ഞു. ആ ഓറിയന്റേഷൻ ഓക്കെ, ക്ലിയർ ആയി, എനിക്ക് ക്ലിയർ ആയി. അത് നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓറിയന്റേഷൻ സെഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് 3rd ഡേ അല്ലേ ആയിട്ടുള്ളൂ. നമുക്കിനി ഒരു 5 more ഡേയ്സും കൂടി ഉണ്ടാവും ഓറിയന്റേഷൻ. അപ്പൊ ആ സെഷന്റെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ടൈം ടേബിൾ റിലീസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്നായിരിക്കും നമ്മൾ ടൈം ടേബിൾ തരിക. ഓക്കെ, അതെന്തായാലും ജാനുവരി 30th നമ്മുടെ ഓറിയന്റേഷൻ എല്ലാം കഴിയും. നമ്മൾ ഫെബ്രുവരി 1st week onwards പഠിച്ചു തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ അത് അന്നായിരിക്കും നിങ്ങൾക്ക് ടൈം ടേബിൾ തരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അത് വാട്സപ്പ് ഗ്രൂപ്പ് ആണോ? യെസ്, വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറെ ആരും എന്തെങ്കിലും മെസ്സേജസ് അയച്ചാൽ അതിലൊന്നും പോയിട്ട് ആരും തന്നെ ജോയിൻ ചെയ്യരുത്. നിങ്ങൾക്ക് ഒഫീഷ്യലി ഇൻഫർമേഷൻസ് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ. അപ്പൊ മാത്രം പോയി ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്റേൺഷിപ്പിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയാമോ? ഇന്റേൺഷിപ്പിനെ കുറിച്ച് അത് നമ്മുടെ സെക്കൻഡ് ഇയറിലെ കാര്യം ആയതുകൊണ്ടാണ് മാം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാതെ വരുന്നത്. എനിവേ ഒന്നുകൂടി ഞാൻ പറയാം. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ഓരോ 3 സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇൻഡസ്ട്രിയൽ, ക്ലിനിക്കൽ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3ലും ഇപ്പൊ ഇൻഡസ്ട്രിയിലാണ് എടുക്കുന്നതെങ്കിൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കൗൺസിലിംഗ് ആണെങ്കിൽ ഇപ്പൊ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. അതുപോലെ നേരത്തെ അഞ്ജു പറഞ്ഞതുപോലെ അങ്ങനത്തെ സ്ഥാപനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലിനിക്കിലും വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ 3 ഓപ്ഷൻസ് കൗൺസിലിംഗ് ആർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലിനിക്കൽ ചെയ്യുന്നവർ എപ്പോഴും ക്ലിനിക്കിൽ തന്നെ ഇന്റേൺഷിപ്സ് ചെയ്യാം. നമുക്ക് ക്ലിനിക്കൽ കേസസ് ആണ് ആവശ്യം. അതുകൊണ്ട് ക്ലിനിക്കിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടാവുക. ഇതെന്ന് പറയുന്നത് 1 month കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഈ 30 ഡേയ്സിൽ നിങ്ങൾ കാണുന്ന കേസുകൾ ഉണ്ടാവും. ഇപ്പൊ ഡിപ്രഷൻ, പേഴ്സണാലിറ്റി, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, അങ്ങനെ പല കേസസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ നിന്ന് 10 കേസസ് റിപ്പോർട്ടായിട്ട് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ അസൈൻമെന്റ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് ഇഗ്നോ അംഗീകരിക്കുള്ളൂ. അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാനും പറ്റൂ. ക്ലിയർ ആണ്. അപ്പൊ ഞാനിപ്പോ സ്കൂളിലാണ് ചെയ്യുന്നതെങ്കിൽ, കൗൺസിലിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 കുട്ടികളെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം അല്ലെ? ശരിക്കും അവരുടെ പ്രോബ്ലംസ് സ്റ്റഡി ചെയ്തിട്ട്
ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫറെന്റ് കേസസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാ സ്കൂളുകളും നമ്മൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കിൽ പോയി ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് അങ്ങനത്തെ കേസസ് കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്ലിനിക്കിൽ തന്നെ ചെയ്യേണ്ടി വരും. കൗൺസിലിംഗ് നമ്മളിപ്പോ ചില സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സ് ഒക്കെ തന്നെ ഉണ്ടാവും. ഒരു പോസ്റ്റ് ഉണ്ട് ഇപ്പം സ്കൂൾ കൗൺസിലർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ കാണുന്ന കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ കേസസ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടി വരും. സ്കൂൾ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ചില കേസിൽ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ മാം. ആള് ചോദിച്ചിരിക്കുന്നത് മേ ബി ഇയാള് സ്കൂളില് ടീച്ചറാണ്, അതുകൊണ്ടായിരിക്കും ആ സ്കൂളിൽ ചെയ്യാൻ പറ്റുമോ. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കൂളുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സൈക്കോളജി, ഒരു കൗൺസിലർ ഉള്ള സ്കൂളിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ ഒരാൾ ഉണ്ടാകുന്നതാണ്, ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടുന്ന് കേസസ് ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. മാം എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ ഷാരോൺ, ചോദിക്കൂ. നമ്മൾ അസൈൻമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അസൈൻമെന്റ്സ് നേരത്തെ എഴുതി തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അസൈൻമെന്റ്സിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ എന്താണ്? അതായത് ഇത്രയും എഴുതണം, എത്രത്തോളം പേജുകൾ കംപ്ലീറ്റ് ചെയ്യണം, എത്രത്തോളം കാര്യങ്ങൾ കവർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഹെൽപ്പുകൾ കിട്ടും എന്നൊക്കെയുള്ള കാര്യം ഒന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞുതരാം. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺസേൺഡ് മെന്റർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ മെന്റർ ഏകദേശം അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും നമുക്ക് ഈ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമുക്ക് അതിനൊരു സപ്പോർട്ടായിട്ട് ഇപ്പൊ മെന്റേഴ്സ് നിങ്ങളെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്ത് തരും. അതിന്റെ കൂടെ തന്നെ പിന്നെ നമ്മളൊരു അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആപ്പിനകത്ത് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ പിന്നെ ഈ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസേഴ്സും തന്നെ കൊടുത്തിട്ടുള്ള ഗൈഡ് ബുക്ക് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊരു ഗൈഡ് ബുക്ക് ആയിട്ട് മാത്രം യൂസ് ചെയ്യാം മാക്സിമം. അതിന്റെ കൂടെ ബാക്കി ഗൂഗിളിലും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലും റെഫറൻസ് ടെക്സ്റ്റുകളിലൊക്കെ നോക്കിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. കംപ്ലീറ്റ് ഈ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നമ്മൾ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാവാതെ അതൊരു ഗൈഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനകത്ത് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് എഴുതാനായിട്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ എഴുതാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റിനുള്ള അസൈൻമെന്റ് ഗൈഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റഡി സെന്ററിനൊക്കെ പല രീതിയിലുള്ള റിക്വയർമെന്റ്സ് പറയാറുണ്ട്. ഇത്ര പേജ് എഴുതണം, ചിലർ പറയും കൂടുതൽ എഴുതണം, ചിലർ പറയും കുറച്ച് എഴുതിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും ഒരു 30-35 പേജസോളം നിങ്ങൾ ഒരു അസൈൻമെന്റ് മസ്റ്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ക്രെഡിറ്റ് സിസ്റ്റം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അസൈൻമെന്റിന് ഇത്ര ക്രെഡിറ്റ് ഉണ്ട്, ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സബ്ജക്ട് പാസ്സാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും അസൈൻമെന്റിന് കൊടുത്തുകൊണ്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ബാക്കി നിങ്ങൾ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൺസൾട്ട് മെന്റർ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? എല്ലാവർക്കും കാണാമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പൊ ഇനി നമുക്കൊരു ടൈം ടേബിൾ വേണം. നമ്മുടെ ഈ സ്റ്റഡീസിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ലേൺ വൈസ് ടൈം ടേബിൾ നിങ്ങൾക്ക് വേറെ പ്രൊവൈഡ് ചെയ്യും. അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ വീക്ക്ലി എത്ര സമയം നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും, അതേപോലെ മന്ത്ലി എത്ര റിവ്യൂസ് നടത്തും, അതേപോലെ ഓരോ സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ടും എത്ര ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മെന്ററിനെ അയച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓൺ ടൈം ടേബിൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് നമ്മളെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ചെയ്തിട്ട് മെന്ററിനെ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ബാക്കി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെന്ററിനോട് ചോദിക്കാം. മെന്റർ ഉറപ്പായിട്ട് അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അടുത്ത ഓറിയന്റേഷൻ സെഷന്റെ 4th സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം.